നിപ്പ ഇൻ ചിൽഡ്രൻ ആണ് എന്റെ ടോപ്പിക്. അപ്പൊ അതിലെന്താണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മിനിമമേ ഉള്ളൂ. കാരണം നിപ്പ ഇൻ ചിൽഡ്രനും നിപ്പ ഇൻ അഡൽട്സും തമ്മിൽ പ്രാക്ടിക്കലി വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. രണ്ടിടത്തും അഫക്ട് ചെയ്യുന്നതും ഈ ഡിസീസിന്റെ പ്രോഗ്രഷനൊക്കെ പ്രാക്ടിക്കലി സെയിം തന്നെയാണ്. വലിയ ഡിഫറൻസ് ഇല്ല. ട്രീറ്റ്മെന്റ് കാര്യത്തിൽ ഒരു മിനിമം ചേഞ്ചസ് ഉണ്ട്, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. ശരിക്കും 1998 ഓൺവേഴ്സ് ആണ് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ആദ്യമായിട്ട് കണ്ട നേഷൻ എന്ന് പറയുന്നത് മലേഷ്യനാണ്. മലേഷ്യയിലും അതിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ നമ്മുടെ വെസ്റ്റ് ബംഗാളിന് അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്ത്യയും ഇതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. ഇന്ത്യ കംസ് വിത്തിൻ ദ നിപ്പ വൈറസ് ഡിസ്ട്രിബ്യൂഷൻ മാപ്പ്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഹോട്ട് സോണായി മാറി, റെഡ് സോണായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം കേരളവും ഒട്ടും മോശമല്ല. എസ്പെഷ്യലി ഫോർച്യുനേറ്റ്ലി നമുക്ക് കാലിക്കറ്റിൽ ഇത് ഒതുങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എറണാകുളത്തിന്റെ അങ്ങപ്പുറം നിൽക്കുകയാണ്. ഇങ്ങോട്ട് ഇതുവരെയും വന്നതായിട്ടുള്ള അറിവ് നമുക്കില്ല. അതായത് ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് നമുക്ക് കണ്ടത് കാലിക്കറ്റിലാണ്, 2018 18 കൺഫേംഡ് ആൻഡ് 4 പ്രോബബിൾ കേസസ് ആർ ഐഡന്റിഫൈഡ്. സെക്കൻഡ് ഔട്ട് ബ്രേക്ക് കൊച്ചിയിലാണ്. ഫോർച്യുനേറ്റ്ലി വലിയ സ്പ്രെഡ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. തേർഡ് ഔട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കുന്നത് എഗെയിൻ കോഴിക്കോട്ടിൽ തന്നെയാണ്, സെപ്റ്റംബർ 2021. എഗെയിൻ നൗ ഇൻ 2023. ഇപ്പോഴത്തെ ഔട്ട് ബ്രേക്കിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും കറണ്ട് ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ ആണ്. എവറി ഡേ പേപ്പറിൽ ഇപ്പം അതിനെപ്പറ്റി പറയുന്നുണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല. ഇതാണ് അതിന്റെ വൈറസിനെ പറ്റി. ഇത് കൂടുതൽ ടൈം ഒന്നും ഇവിടെ നിന്ന് ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് ടു ദ ഇമ്പോർട്ടന്റ് പോയിന്റ്. കാരണം പക്ഷെ ഇത് നമുക്കൊരു വാക്സിനേഷന്റെ ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബന്ധം വരുന്നതുകൊണ്ടാണ് ഈ ഒരു പിക്ചർ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഡിഫറെന്റ് പ്രോട്ടീൻസ് ഉണ്ട്. ഫ്യൂഷൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്ലൈക്കോ പ്രോട്ടീൻ ഉണ്ട്, മാട്രിക്സ് പ്രോട്ടീൻ. ഇതാണ് ഒരു വൈറസിന്റെ, ഇത് പാരാമിക്സോ വൈറസ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. ഈ വൈറസിന്റെ ഒരു ഓവറോൾ പിക്ചർ, ജസ്റ്റ് ഒരു പിക്ചർ ഓഫ് ദ വൈറസ് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ ഈ പിക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാച്ചുറലി പറഞ്ഞു, ഇറ്റ്സ് എ സൂണോട്ടിക് പെത്തോജൻ. സൂണോട്ടിക് എന്ന് പറയുമ്പോൾ ഫ്രം അനിമൽസ് ടു ഹ്യൂമൻ ആണ് ഇതിന്റെ സ്പ്രെഡ് വരുന്നത്. അനിമൽ ടു ഹ്യൂമൻ ആണ്. ശരിക്കും ബേർഡ്സിൽ നിന്ന് വരാം, പക്ഷെ മെയിൻലി സൂണോസിസ് ഉദ്ദേശിക്കുന്നത് അനിമൽ ടു ഹ്യൂമൻ ആണ്. നമുക്കിപ്പോ എല്ലാവരും പറയുന്നവരാണ് വവ്വാൽ എന്ന് പറയുന്നത്. വവ്വാൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അനിമലാണ്. കാരണം അതിന്റെ ഒരു ചില കമ്പോണൻസ്, അതായത് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അനിമൽസിന് മാത്രമുള്ളതുണ്ട്, അത് ബേർഡ്സിന് കാണത്തില്ല. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറ്റ്സ് എ സൂണോട്ടിക് ഡിസീസ് ആണ്. ഇറ്റ്സ് ഹൈലി പെത്തോജനിക് RNA വൈറസ് ആണ്. കംസ് ഇൻ ദ ഫാമിലി ഓഫ് പാരാമിക്സ് വൈറൽ ഫാമിലി. 2 നിപ്പ വൈറസ് ക്ലോട്ട്സ് ആർ പ്രസന്റ് ആണ്. ഒന്ന് ബി ജീനോടൈപ്പ് ഇൻ ബംഗ്ലാദേശ്, അപ്പം 2 എം ജീനോടൈപ്പ് ഇൻ മലേഷ്യ. അപ്പം ബിയും എമ്മും എന്ന് പറഞ്ഞ 2 വകഭേദങ്ങളായിട്ടാണ് ഈ വൈറസ് നിൽക്കുന്നത്, ബി ജീനോടൈപ്പ് ആൻഡ് എം ജീനോടൈപ്പ്. അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2 ടൈപ്പ് 2 നേഷൻസിലുണ്ട്. അപ്പം നമുക്ക് കൂടുതലായിട്ട് എവിടെ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇനി ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് കേരള ജീനോടൈപ്പ് അറൌണ്ട് 85.14%, സിമിലർലി വിത്ത് എം ആൻഡ് 96.15% ആണ് സിമിലർലി വിത്ത് ബി ജീനോടൈപ്പ്. അപ്പൊ മെയിൻലി നമ്മൾ ഈ ബംഗ്ലാദേശുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. കാരണം നമുക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ഈ ബി ജീനോടൈപ്പ് ആണ് നമ്മുടെ ഉള്ളതെന്ന് പറയുന്നത്. ഇതിന്റെ റിസർവോയേഴ്സ് നോക്കാം. ലാർജ് ഫ്രൂട്ട് ബാറ്റ്സ് ആണ് ഇതുവരെയും ഉള്ള കണ്ടുപിടുത്തത്തിന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ദാറ്റ് ഈസ് ടീറോപ്പസ് ജീനസ് എന്ന് പറയുന്ന ഒരുതരം വവ്വാൽ വർഗത്തിലാണ് ഇത് മെയിൻ റിസർവോയർ ആയിട്ട് കണ്ടിരിക്കുന്നത്. ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ് പിഗ് എന്ന് പറയുന്നത്. ശരിക്കും പന്നികളുടെ ഒരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. മെയിൻ ഹോസ്റ്റ് എന്ന് ഇതുവരെയുള്ള അറിവനുസരിച്ച് നമുക്ക് കണ്ടെത്തിയിരിക്കുന്നത് വവ്വാലുകൾ തന്നെയാണ്. എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടാമിനേറ്റഡ് ഫുഡ് ഹാർബേഴ്സ് വൈറസ് ഫോർ ഫ്യൂ അവേഴ്സ്. കേരള ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ത്രോട്ട്സ് ഓഫ് പോസിറ്റീവ് ബാറ്റ്സ് ഐഡന്റിഫൈഡ്. അതുകൊണ്ടാണ്, അല്ല നമ്മള് ഞാൻ ഈ വാട്സാപ്പിലൊക്കെ ഇടയ്ക്ക് നോക്കിയപ്പോൾ കാണാം, ചുമ്മാ നമ്മൾ നിപ്പ വൈറസിനെ നമ്മള് വവ്വാലിനെ കുറ്റം പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് എവിഡൻസസ് ആണ്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. നിപ്പ വൈറസ് എക്സെപ്റ്റ് സീസണാലിറ്റി, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഡിസംബർ ടു മെയ് എന്നുള്ള ഒരു സീസണിൽ ഇത് കൂടുതലായിട്ട് വരുന്നുണ്ട്. ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ഓൾസോ റിപ്പോർട്ടഡ് ഇൻ സെപ്റ്റംബർ ഇൻ 2023. അപ്പൊ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഈ പ്രസന്റ് സെനാരിയോ ആണ്. അപ്പൊ ഇപ്രാവശ്യത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ DHS സൈറ്റിലുണ്ട്. ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ട് പറയുന്നത് 4 മുതൽ 21 ഡേയ്സ് ആണ് ഇൻക്യുബേഷൻ പീരീഡ് ആയിട്ട് പറയുന്നത്. 4 days to 21 days.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലാസ് കേട്ടിരിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടെയാണ് എന്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ട്രാൻസ്മിഷൻ സ്പിൽ ഓവർ ട്രാൻസ്മിഷൻ ആണ് യൂഷ്വലി ഉണ്ടാകുന്നത്. അതായത് നമുക്കറിയാം ഇതിന്റെ മെയിൻ ഹോസ്റ്റ് എന്ന് പറയുന്നത് ബാറ്റ് ആണ്, പിന്നെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിഗ് ആണ്, അതായത് പന്നിയാണ്, പിന്നീടേ വരുന്നുള്ളൂ ഹ്യൂമൻ. നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് സ്പിൽ ഓവർ ആയിട്ടാണ്. എങ്ങനെയാണ് സ്പിൽ ഓവർ വരുന്നത് നോക്കാം. ഫ്രം ബാറ്റ്സ് ത്രൂ ഫ്രൂട്ട്സ് കണ്ടാമിനേറ്റഡ് ബൈ ബാറ്റ് സെക്രീഷൻസ്, യൂറിൻ, സലൈവ, റീപ്രൊഡക്റ്റീവ് ഫ്ലൂയിഡ്സ് ഓർ ബൈ കൺസംപ്ഷൻ ഓഫ് റാ ഡാറ്റ് പാം സാപ്പ്. സിമിലർ ടു നമുക്ക് ലെപ്റ്റോസ്പൈറോസിസിനെ ഇവിടെ കാണാവുന്നതാണ്. ലെപ്റ്റോസ്പൈറോസിൽ ഈ സെക്രീഷൻസ് ആണ്, നമ്മുടെ എലിയുടെ സെക്രീഷൻസ് ആണ് നമുക്ക് എപ്പോഴും ലെപ്റ്റോ ഉണ്ടാകുന്നത്. ഒരുപാട് കേസസ് ആണ് ലെപ്റ്റോ വൈറസ് നമ്മൾ ലെപ്റ്റോ ഇൻഫെക്ഷൻ ആയിട്ട് കാണുന്നത്. ഇതുപോലെ നമ്മൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടെയ്ൻ ചെയ്ത് നിർത്തിയില്ല എങ്കിൽ സംഭവിക്കുന്ന കാര്യം ഇതൊരു ഹൈലി സ്പ്രെഡിങ് ആയിട്ട് ഇത് മാറാം. ഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇപ്പോഴും കണ്ടെയ്ൻ ചെയ്ത് നിർത്തിയിട്ടുണ്ട്, ഈവൻ നൗ ഇറ്റ് സെൽഫ്. ഇനി പിഗിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. ഫ്രം പിഗ്സ് ഇൻഫെക്റ്റഡ് ബൈ കൺസംപ്ഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫ്രൂട്ട്സ്. എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ വവ്വാല് കടിച്ചിടുന്ന ഫ്രൂട്ടുകളെ പന്നികൾ കഴിക്കും. പന്നിയുടെ ഇറച്ചി നമ്മൾ കഴിക്കും. ഞാൻ കുഞ്ഞു കാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്, എൻ്റെ നാട്ടിലൊക്കെ ചില പന്നിയൊക്കെ അറക്കുമ്പോൾ പന്നിയുടെ രക്തം, പച്ച രക്തം തന്നെ ചിലർ കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി, അതൊരു വീരതയുടെ ഇതായിട്ടൊക്കെ ഇങ്ങനെ ഷോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫലം ഇവിടെ ഇതുപോലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സൂണോട്ടിക് ഡിസീസസ് ഒക്കെ ഇങ്ങനെ ശരിക്കും പറഞ്ഞ അൺകുക്ഡ് ആയിട്ടുള്ള മീറ്റോ ബ്ലഡോ ഉപയോഗിക്കുന്നവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് കിട്ടും. അപ്പം ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഉള്ള ഡ്രിങ്കിങ്ങും ഈറ്റിംഗ് ഹാബിറ്റ്സും. ഇനി ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ ക്ലൂ എന്ന് പറയുന്നത് ക്ലസ്റ്ററിംഗ് ഓഫ് സിംറ്റമാറ്റിക് കേസസ്, മെയിൻലി അഡൽട്സ് എമംഗ് ക്ലോസ് കോണ്ടാക്ട് ആൻഡ് ഹൗസ് ഹോൾഡ്. മിക്കവാറും ഈ ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് ഇതിന്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു വീട്ടിൽ 3 പേർക്ക് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പേരുടെയും സോഴ്സ് ചിലപ്പോൾ ഒന്നായിരിക്കും, അല്ലാതെ പരസ്പരം കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഒരുപാട് പേര് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, പക്ഷേ അത്രത്തോളം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ നമ്മൾക്കും കോണ്ടാക്റ്റുകൾ ഉണ്ട്, അഫ്കോഴ്സ് നമ്മൾ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നുണ്ട്, അത് ശരിയാണ്. എന്നിരുന്നാലും നമ്മൾ ഇച്ചിരി കൂടെ കെയർഫുൾ ആയിരിക്കണം. ഇതാണ് എൻ്റെ ഒരു ജസ്റ്റ് പിക്ചറൈസേഷൻ. അതായത് ഫ്രൂട്ട് ഇവിടെ ഉണ്ട്, പ്രത്യേകം പാം ട്രീസ് ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കള്ളെടുക്കാം, ഈ കള്ള് മനുഷ്യൻ കുടിക്കാം, അത് മെയിൽ ഫീമെയിൽ വ്യത്യാസമില്ല. 2, ഇവിടെ നിന്ന് തന്നെ ബാറ്റുകൾ തന്നെ, ബാറ്റും കുടിക്കാം കേട്ടോ, കള്ളൊക്കെ. എന്നിട്ട് ഇവര് തന്നെ ഈ ബാറ്റുകൾ തന്നെ പോയി പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ഈ പഴവർഗ്ഗങ്ങൾ പൊഴിഞ്ഞ് വീണിട്ട് പന്നി കഴിക്കാം, പന്നിയുടെ ഇറച്ചി മനുഷ്യൻ കഴിക്കാം. മനുഷ്യൻ കഴിച്ചതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അസുഖത്തിലോട്ട് വരാം. അപ്പൊ ഇതൊരു സൈക്ലിക്കലായിട്ട് മാറും. ഇനി ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷനും നിലവിലുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി സസ്പെക്ട് നിപ്പ, ഇതിന് ചില ഡെഫിനിഷൻസ് കൂടെ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. എന്താണ് സസ്പെക്ട് നിപ്പ എന്ന് നമുക്ക് നോക്കാം. സസ്പെക്ട് നിപ്പ എന്ന് പറയുമ്പോൾ പേഴ്സൺ ഫ്രം ആൻ ഏരിയ ലോക്കലി അഫക്റ്റഡ് ബൈ നിപ്പ വൈറസ് ഡിസീസ് ഔട്ട്ബ്രേക്ക് ഹു ഹാസ് ഒന്ന് acute fever with a new onset of altered mental status or seizure, and acute fever with a severe headache. 3, acute fever with a cough or shortness of breath. ഇത് പറയാൻ കാരണം പ്രധാനമായിട്ട് ഇതിവിടെ മനസ്സിലാക്കേണ്ട 2 ഏരിയയാണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ്. ഒന്ന് ബ്രെയിനും, 2 ലങ്ങും. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആയിട്ടായിരിക്കും ഇപ്പൊ പ്രസന്റ് ചെയ്യുന്നത്, 2 എൻകെഫലൈറ്റിസ് ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 2 ഏരിയ, അപ്പൊ ഡെഫിനിഷൻസും ആ രീതിയിലാണ് സസ്പെക്റ്റഡ് കേസസിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെയാണ് പ്രോബബിൾ നിപ്പ എന്ന് നോക്കാം. സസ്പെക്ട് കേസ് പേഷ്യൻസ് ഹു റിസൈഡഡ് ഇൻ ദ സെയിം വില്ലേജ് വേർ സസ്പെക്ട് ഓർ കൺഫേംഡ് കേസ് ഓഫ് നിപ്പ വേർ ലീവിംഗ് ഡ്യൂറിംഗ് ദ ഔട്ട്ബ്രേക്ക് പീരീഡ് ആൻഡ് ഹു ഡൈഡ് ബിഫോർ കംപ്ലീറ്റ് ഡയഗ്നോസ്റ്റിക് സ്പെസിമെൻസ് കുഡ് ബി കളക്റ്റഡ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശോധിക്കേണ്ട സിറമോ സെക്രീഷൻസോ ഒന്നും കളക്ട് ചെയ്യുന്നതിനുമേ തട്ടിപ്പോയി കഴിഞ്ഞാൽ, മരിച്ചുപോയി കഴിഞ്ഞാൽ, വി കൺസിഡർ ഇറ്റ് ആസ് എ പ്രോബബിൾ നിപ്പ കേസ്. ഓർ സസ്പെക്ട് കേസ് പേഷ്യൻസ് ഹു കെയിം ഇൻ ഡയറക്ട് കോണ്ടാക്ട് വിത്ത് കൺഫേംഡ് കേസ് പേഷ്യന്റ് in a hospital setting during the outbreak period and who died before complete diagnosis specimen could be collected. ഇത് നമ്മളപ്പോഴുള്ളവർക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ കൺഫേംഡ് നിപ്പ കേസസ്, കൺഫ്യൂഷൻസും ഇല്ല, പ്രൂവൺ കേസസ് ആണ്. നിപ്പ വൈറസസിനെ പ്രൂവ് ചെയ്യുന്നത് മെയിൻലി പോളിമറൈസ് ചെയിൻ റിയാക്ഷന്റെ ടെസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ദെൻ ഐസൊലേഷൻ ഓഫ് വൈറസ്
ഫ്രം ത്രോട്ട് സ്വാബ്, യൂറിൻ, സിറം, CSF, ഇങ്ങനെ പല രീതിയിലുള്ള സെക്രീഷൻസ് വഴി നമുക്ക് ഇതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴാണ് ഡെഫിനിഷൻ ഓഫ് കോൺടാക്ട്? എ ക്ലോസ് കോൺടാക്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ പേഷ്യന്റ് ഓർ എ പേഴ്സൺ ഹു കെയിം ഇൻ കോൺടാക്ട് വിത്ത് എ നിപ്പ കേസ്, was admitted simultaneously in a hospital ward, shared room with a suspect or confirmed case of Nipah virus disease, has had direct close contact with the suspect or confirmed case of Nipah virus disease during the illness, including during transportation, has had a direct close contact with the disease, suspect or confirmed case of virus disease at a funeral or during burial preparation rituals, has touched the blood or body fluids, saliva, urine, vomitus of a suspect or confirmed case of Nipah virus disease during their illness, has touched the clothes or linen of suspect or confirmed case of Nipah virus disease. ഇതൊക്കെ ഇത്രയും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർ അടിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇത് വേറെ ചോയ്സ് ഇല്ല, കാരണം ഡെഫിനിഷൻസ് ആണ്. അതിൽ നമുക്ക് ഒരു ചേഞ്ചസും വരുത്താൻ പറ്റത്തില്ല, മോഡിഫൈ ചെയ്യാനും പറ്റത്തില്ല. ഇതൊക്കെ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. കോൺടാക്ട്സ് ടു ബി ഫോളോഡ് അപ്പ് ഫോർ അപ്പിയറൻസ് ഓഫ് സിംറ്റംസ് ഓഫ് നിപ്പ വൈറസ് ഇൻഫെക്ഷൻ. ലോങ്സ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 21 days. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻക്യുബേഷൻ പീരീഡ് 4 days to 21 days ആണ്. They must be transported to appropriate care facility if they develop symptoms with the proper infection control practices. ഇത്രയും നമ്മൾ ചെയ്യണം. ഇനിയുള്ള കാര്യങ്ങൾ ഡിസ്കഷൻ പോലെ വരുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ട് ഇത്ര ബോറിംഗ് അല്ല. ഓക്കെ, എങ്ങനെയാണ് ഇതിന്റെ പെത്തോജെനിസിസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പെത്തോജെനിസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് കോണ്ടാക്ട് കിട്ടി, അതായത് നമ്മൾ സപ്പോസ് മെയിൻലി നമ്മൾ സെക്രീഷൻസ് വഴിയോ മറ്റുള്ളവായിട്ട് സംസാരത്തിലോ ഒക്കെ വരുമ്പോഴാണ്, മാസ്ക് ഒന്നും ഉപയോഗിച്ച് നമുക്ക് കോണ്ടാക്ട് കിട്ടി. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷൻ വിത്ത് നിപ്പ ഇൻഫെക്ഷൻ. ഇത് അഫക്ട് ചെയ്യുന്നത് എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദി ബ്രോങ്ക്യോൾസ് ആണ് ഇത് ആദ്യം അഫക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിത്തീലിയൽ സെൽസിൽ നിന്ന് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. സോ ബ്രോങ്കൈ ആൻഡ് ആൽവിയോലൈ മെയിൻ ടാർഗറ്റ് എപ്പിത്തീലിയത്തിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത് ഓഫ് ബ്രോങ്കൈ ആൻഡ് ടൈപ്പ് 2 ന്യൂമോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസിനെയും അഫക്ട് ചെയ്യും. എന്നിട്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഓഫ് എയർവേ എപ്പിത്തീലിയം. ഇത് കഴിഞ്ഞിട്ട് ഇറ്റ് കോസസ് സൈറ്റോകൈൻ സ്റ്റോം ഉണ്ടാക്കും. സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യും. ലൈക്ക് കോവിഡ് സെനാരിയോ, അവിടെയും സൈറ്റോകൈൻസിന്റെ റിലീസാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇഷ്യൂ ആയിട്ട് നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് സൈറ്റോകൈൻസ്? ഇന്റർലൂക്കിൻ 6, 8, പിന്നെ സൈറ്റോകൈൻ 10, ഗ്രാനുലോസൈറ്റ് കോളനി സ്റ്റിമുലേറ്റിംഗ് ഫാക്ടർ GCSF, ഇതെല്ലാം കയറി സ്റ്റിമുലേറ്റ് ചെയ്ത് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ബ്ലഡ് വെസൽസിനെയും അഫക്ട് ചെയ്യും. എന്റെ ബ്ലഡ് സ്ട്രീമിൽ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലഡ് സ്പ്രെഡായി സെപ്റ്റിസീമിയ പോലെ അത് മാറുകയാണ്. സെപ്റ്റിക് വൈറീമിയ ആയിട്ട് അത് മാറും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഓരോ സൈറ്റിൽ പോയി എല്ലാ ഓർഗാൻസിനെയും ഇത് ഫോം ഡെവലപ്പ് ചെയ്യും. കിഡ്നിയിൽ വരാം, ഹാർട്ടിൽ വരാം, സ്പ്ലീനിൽ വരാം. ഡിഫറെന്റ് ഓർഗാൻസിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. അതായത് പ്രധാനമായിട്ട് കിഡ്നി, സ്പ്ലീൻ ആൻഡ് ബ്രെയിൻ. ബ്രെയിനിൽ 2 റൂട്ട് വഴി വരാം. ഒന്ന് ഹെമറ്റോജനസ് റൂട്ട് വഴി വരാം, പിന്നെ നമ്മൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നിട്ട് ഓൾഫാക്ടറി നെർവ് വഴി, അതായത് ഈ റൂട്ട് വഴിയും ഇത് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാം. ഒന്ന് ഹെമറ്റോജനസ് ആയിട്ട് പോകാം, 2 ഓൾഫാക്ടറി നെർവ് വഴി ഇത് കണ്ടക്ട് ചെയ്ത് മുകളിലോട്ട് പോവാം. അപ്പൊ മെയിൻലി ഇത് അഫക്ട് ചെയ്യുന്ന 2 ഏരിയ എന്ന് പറയുന്നത് ലങ്ങും ബ്രെയിനുമാണ്. അപ്പൊ അതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി പനി ഉണ്ടാകാം, ക്ഷീണം, സിവിയർ ഫെറ്റീഗ് വരാം, മസിൽ പെയിൻ, ഹെഡേക്ക്, വോമിറ്റിംഗ്. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ വൈറൽ ഫീൽഡ് വരുന്നത് അതിന് ഇച്ചിരി എക്സാജറേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഓർത്തുന്നാൽ മതി. സാധാരണ വൈറൽ പനി വരുന്നത് പോലെ തന്നെയാണ് ഇതിൽ ബന്ധിരിക്കുന്നത്. പ്ലസ് വോമിറ്റിംഗ് എല്ലാ വൈറൽ പനിയും കോമൺ അല്ല, പക്ഷെ ഇവിടെ വോമിറ്റിംഗ് ഉണ്ട്. ഓൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസ്, അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അവരുടെ മൈൻഡും മനസ്സും എല്ലാം നോർമൽ ആയിരിക്കത്തില്ല. അവരുടെ മെന്റൽ സ്റ്റാറ്റസ് ഡിഫറെന്റ് ആയിരിക്കും. ഡെലീരിയം ചിലപ്പോൾ കാണാം. നമ്മൾ എന്ത് സംസാരിച്ചു കഴിഞ്ഞാൽ തരുന്ന ആൻസർ ഡിഫറെന്റ് ആയിരിക്കാം. ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കൺവേർഷൻ വരുന്നത്. ലങ്ങില് വേഴ്സ് ആയിരിക്കുമ്പോൾ കഫ് വരും, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, ചുമയൊക്കെ നമുക്ക് വലിയ പ്രശ്നമില്ല, കാരണം വൈറൽ ഇൻഫെക്ഷന് കോമൺലി കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ റെസ്പിറേറ്ററി ഡിസ്ട്രസ്സിലോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അലാമിംഗ് തിങ്. ആൻഡ് ഡയറിയ. അപ്പൊ എല്ലാ സിസ്റ്റത്തെയും ലൈക്ക് കോവിഡ് ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. മെയിൻലി ഇതിനെ നമ്മൾ സിൻഡ്രോമിക് അപ്രോച്ച് ആയിട്ടാണ് ഇത് പറയുന്നത്. എന്താണ് സിൻഡ്രോം എന്ന് പറയുന്നത്? എൻകെഫലൈറ്റിസ്, ബ്രെയിൻ സ്റ്റെം ഡിസ്ഫങ്ഷൻ, സീഷർ, മെനിഞ്ചൈറ്റിസ്, ഇത് ബ്രെയിനിൽ തീരുന്നു.
2 ശ്വാസകോശത്തിൽ ഡിസ്നിയ, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, എറ്റിപ്പിക്കൽ ന്യൂമോണിയ ആയിട്ട് ഇത് വരുന്നുണ്ട്. ഇനി മസിൽ സെൽസ് ആണെങ്കിൽ മയാൽജിയ, ഹൈപ്പോട്ടോണിയ, മയോക്ലോണിക് ചെക്സ് വരുന്നുണ്ട്. ആൻഡ് ഇൻ ബ്രെയിൻ അഗെയിൻ ഹെഡേക്ക്, ഫീവർ, ഡിസ്നസ്, മെന്റൽ കൺഫ്യൂഷൻ, സൈക്കാട്രിക് സിംറ്റംസ്. ഇങ്ങനെ എങ്ങനെ രീതിയിൽ വേണോ നമുക്കിത് വരാം. All patients coming with fever with any other symptoms having an epidemiological link, അതായത് കാലിക്കട്ടുകാര്, and history of contact must be treated as Nipah virus infection and must be tested for the NIV, അതായത് Nipah virus infection. അത് നമ്മൾ വളരെ പ്രധാനമാണ്. എന്തുകൊണ്ട്? കേസ് ഫേറ്റാലിറ്റി റേറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് അറ്റ് അറൌണ്ട് 40 to 70% ആണ്. 100 കുട്ടികളോ അല്ലെങ്കിൽ 100 അഡൽട്ട്സോ വന്നു കഴിഞ്ഞാൽ ഏകദേശം 40 മുതൽ 70% വരുന്ന ആൾക്കാരും മരണത്തിന് വിധേയരാകേണ്ടി വരും. അപ്പൊ നമുക്ക് ലൈറ്റ് അല്ല, ഒന്ന് ആലോചിക്കുക, 100-ൽ 40 പേര് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ വയ്യ. അപ്പം വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. എങ്ങനെയാണ്? ലാബിലോട്ട് നമുക്ക് പോവാം. ലാബിലോട്ട് ഇൻവെസ്റ്റിഗേഷൻ ടു ബി ഡൺ ഫോർ കൺഫർമേഷൻ ഓഫ് ഡയഗ്നോസിസ്. എന്തൊക്കെയാണ് ചെയ്യാം? ഒന്ന്, റിയൽ ടൈം RT-PCR ഓഫ് വൈറൽ RNA, ആന്റി നിപ്പ വൈറസ് IgM ആൻഡ് IgG ആന്റിബോഡീസ് ബൈ എൻസൈം ലിങ്ക്ഡ് ഇമ്യൂണോസോർബന്റ് അസേ. മിക്കവാറും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആന്റിജൻ ടെസ്റ്റിംഗ് എപ്പോഴും പ്രിഫറബിളി ദ ഫസ്റ്റ് വീക്ക്, എസ്പെഷ്യലി ഐഡിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തിന് മുമ്പേ ആണ്. ഇനി ആന്റിബോഡി ടൈറ്റർ പോസിറ്റിവിറ്റി, ആന്റിബോഡി എന്ന് പറഞ്ഞാൽ IgM വരെ IgG വരെ, IgM പോസിറ്റിവിറ്റി ആണ് ആദ്യം ഉണ്ടാകുന്നത് എനി വൈറൽ ഡിസീസസിന്. അത് യൂഷ്വലി ആഫ്റ്റർ 1 വീക്ക് ആയിരിക്കും. പിന്നെ 5 ദിവസത്തിന് ശേഷം എപ്പോഴാണോ പോസിറ്റീവ് ആകാം. 15 ദിവസം കഴിഞ്ഞാൽ മാത്രമേ IgG പോസിറ്റിവിറ്റിയുടെ ചാൻസസ് വരുന്നുള്ളൂ നോർമലി. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ ആപ്ലിക്കൽ. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കേണ്ട എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതായത് സാമ്പിൾസ് ഹാവ് ടു ബി സെൻഡ് ടു ഡെസിഗ്നേറ്റഡ് ലബോറട്ടറീസ് ഐഡന്റിഫൈഡ് ആസ് പെർ പ്രോട്ടോകോൾസ്. അതായത് ട്രിവാൻഡ്രം, എറണാകുളം ടു NIV ആലപ്പുഴ. ഇപ്പൊ അങ്ങനെയല്ല, ആലപ്പുഴയിലോട്ടല്ല വിടുക. അതാണ് ഞാൻ മനസ്സിൽ വെക്കേണ്ടെന്ന് പറഞ്ഞത്. അതുപോലെ തൃശ്ശൂർ ആൻഡ് കാസർഗോഡ് ടു MCH കോഴിക്കോട്. അത് ചിലപ്പോൾ ശരിയായിരിക്കാം, എനിക്ക് അത്ര ഷുവർ അല്ല, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്തായാലും എറണാകുളത്തിന് ഇങ്ങപ്പുറം ഉള്ളവർക്ക്, എസ്പെഷ്യലി ആലപ്പുഴയ്ക്ക് ഇങ്ങപ്പുറം ഉള്ളവർക്ക്, ആലപ്പുഴയല്ല എറണാകുളം അല്ല, ആലപ്പുഴയ്ക്ക് ഇങ്ങപ്പുറം ഉള്ളവർക്ക് നമുക്കിപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെയാണ്. അത് ഞാൻ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. യൂണിവേഴ്സൽ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരു നിപ്പ കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പേർട്സുകൾ വരും. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവർ തന്നെ ഡയറക്റ്റ് ചെയ്യും നമുക്ക് എവിടെയാണ് വിടേണ്ടത്. പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. Universal standard droplet and containment precautions to be taken during contact with secretions and body fluids of suspected patients for Nipah viruses. Adequate biosafety precautions should be adopted during collection, transport, storage and processing of suspected sample. ഇത്രയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നക്കൽ എന്നുള്ളതാണ് നമ്മൾ ട്രിവാൻഡ്രം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കലി തോന്നക്കൽ എന്നുള്ള ഏരിയയുടെ അടുത്താണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ എഴുതിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് കേരള ഗവൺമെന്റ് ആണ്. നമ്മുടെ ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു സൈറ്റ് നമ്മൾ ഒന്ന് വ്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് അവിടെയാണ് നമ്മൾ ഇത് സാമ്പിൾസ് എല്ലാം അയക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ NIV ആലപ്പുഴയൊന്നും അല്ല. നമ്മൾ അയക്കേണ്ട പ്രധാന സ്ഥലം എന്ന് പറയുന്നത് തോന്നക്കലിലാണ്. അവിടെ ഇതിന്റെ ഇനി പുതിയ ഇന്ന് ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ നമ്മുടെ ഒരു മൈക്രോബയോളജി ഡോക്ടറിന്റെ അടുത്ത്, അതായത് അവിടുത്തെ പ്രൊഫസറുമായിട്ട് സംസാരിച്ചു. ക്ലാസ് ഉള്ളതുകൊണ്ടായിരുന്നു മെയിൻലി ഡിസ്കസ് ചെയ്തത്. അപ്പം പറഞ്ഞത് ഇന്ന് ഗവൺമെന്റ് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, അതായത് ട്രൂ നാറ്റ് എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട്, കാരണം സേഫ്റ്റിയും കൂടെ റീസൺ ഉണ്ട്, സസ്പെക്ട് ചെയ്യുന്നവരെ മാത്രം ഈ അഡ്വാൻസ്ഡ് വൈറോളജി ലാബിലോട്ട് അയച്ചാൽ മതി എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. അതൊന്ന് കൺഫേം ചെയ്യണം. കാരണം പത്ര റിപ്പോർട്ട് മാത്രമായാൽ നമുക്ക് ഒരു കൺഫർമേറ്ററി അല്ല, നമുക്ക് നമ്മുടെ സർക്കുലറും നമ്മുടെ ഡയറക്ഷൻസും വരണം. പക്ഷെ മനസ്സിലാക്കാൻ ഇപ്പൊ ഇതില് ഈ ലാബിന്റെ കാര്യത്തിൽ പറഞ്ഞതിൽ ഒരു മനസ്സിലാക്കേണ്ടത്, മെയിൻലി നമ്മളെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ സേഫ്റ്റി പ്രിക്കോഷൻസ് ഉപയോഗിക്കുക. മറ്റതെല്ലാം നമ്മുടെ സുപ്പീരിയർ അതോറിറ്റീസ് പറയുന്നതിനനുസരിച്ച് നമ്മൾ സമയാസമയങ്ങളിൽ ചേഞ്ചസ് വരുത്തി അങ്ങോട്ട് അയക്കുക. ഓക്കെ, സാമ്പിൾ കളക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ഓൾ സസ്പെക്ടഡ് ഓർ സിംപ്റ്റമാറ്റിക് പേഷ്യൻസ് വിത്ത് കോൺടാക്ട് വിത്ത് നിപ്പ ആസ് ഏർലി ആസ് പോസിബിൾ വിത്ത് ഓൾ ബയോസേഫ്റ്റി പ്രിക്കോഷൻസ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സാമ്പിൾ കളക്ഷൻ ഷുഡ് ബി ഡൺ ഓൺലി ആഫ്റ്റർ അഡ്മിഷൻ ഇൻ ടു ആൻ ഐസൊലേഷൻ ഫെസിലിറ്റി ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദ സ്റ്റാഫ് മെമ്പർ ഡൂയിങ് ദ കളക്ഷൻ ഈസ് ഫോളോയിങ് പ്രോപ്പർ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ്. ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, യൂണിവേഴ്സൽ സേഫ് പ്രിക്കോഷൻസ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം. During sample collection, we are complete disposable personal protective equipments
ഇത് വ്യക്തമായിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. N95 മാസ്ക്, ഡബിളിംഗ് സർജിക്കൽ ഗ്ലൗസ്, ഗൗൺസ്, ഗോഗിൾസ്, ഫുഡ് കവർ. കാരണം നമ്മൾ സാമ്പിൾ എടുക്കുമ്പോൾ പേഷ്യന്റ് ചുമച്ചാൽ നമുക്ക് കിട്ടാം. നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ സേഫ്റ്റി കളഞ്ഞിട്ടല്ല ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് എയ്ഡിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ സേഫ്റ്റി ഓഫ് ദ പ്രൊവൈഡർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദാൻ ദി ക്ലൈന്റ്. അത് തന്നെയാണ് എല്ലായിടത്തും നമ്മൾ പാലിക്കേണ്ടത്. നമ്മുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരാൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് വേസ്റ്റ് ഫോർ ദ സൊസൈറ്റിയാണ്. കാരണം നമുക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പ് കൊടുക്കാൻ പറ്റും. അതാണ് സാമ്പിൾ കളക്ഷൻ വളരെ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാം ഉപയോഗിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വാഷ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ അറ്റ്ലീസ്റ്റ് ഫോർ 30 seconds. 30 seconds പോരാ, 1 minute എടുത്ത് വാഷ് ചെയ്യുക. ക്ലീൻ ഹാൻഡ് യൂസിങ് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് സാനിറ്റൈസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കളക്ഷൻ ഓഫ് സാമ്പിൾ. ഈ അറ്റ്ലീസ്റ്റ് 30 എന്നാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 30 അല്ല, ഐഡിയലി മിനിമം നമ്മൾ 1 minute എങ്കിലും എടുത്ത് വാഷ് ചെയ്യുന്നതാണ് നല്ലത്. ദ റെക്കമെൻഡഡ് സാമ്പിൾസ് ആർ ത്രോട്ട് സ്വാബ് ഇൻ വൈറൽ ട്രാൻസ്പോർട്ട് മീഡിയം. യൂറിൻ 10 ml ആണ് ഉപയോഗിക്കുന്നത്. ഇൻ യൂണിവേഴ്സൽ സ്റ്റെറൈൽ കണ്ടെയ്നർ എടുക്കാം. ബ്ലഡ് റെഡ് വാക്യൂട്ടീനർ ഉപയോഗിക്കാം, ദാറ്റ് ഇസ് 5 ml. CSF 1 to 2 ml ഇൻ സ്റ്റെറൈൽ കണ്ടെയ്നർ ഉപയോഗിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്യുമെന്റ് ക്ലിനിക്കൽ ഡീറ്റെയിൽസ് ഇൻ ദ പ്രൊഫോമ പ്രൊവൈഡഡ് ഫ്രം ദ ടെസ്റ്റിംഗ് ലബോറട്ടറി. അപ്പൊ പ്രൊഫോമ പലപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിനെപ്പറ്റി പറഞ്ഞു കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AEFI സർവൈലൻസിലൊക്കെയാണ്, AFP സർവൈലൻസിലും AFI സർവൈലൻസിലൊക്കെയാണ്. കാരണം എപ്പോഴും നമ്മൾ സാമ്പിളൊക്കെ ചെയ്യും റിലീജിയസ് ആയിട്ട്, പക്ഷെ ക്വാളിറ്റി ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാറില്ല. കാരണം കവറിങ് കറക്റ്റ് ആയിരിക്കത്തില്ല, ഡോക്യുമെന്റേഷൻ കറക്റ്റ് ആയിരിക്കില്ല. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ഡോക്യുമെന്റേഷനും കളക്ഷനും ഒന്നും ഇല്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്യുമെന്റേഷൻ. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് എങ്ങനെയാണെന്ന് നോക്കാം. ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പാക്ഡ് ഇൻ ട്രിപ്പിൾ കണ്ടെയ്നർ പാക്കിംഗ്. മിക്കവാറും എല്ലാ വൈറോളജി ലാബുകളിൽ അയക്കുന്നത് ഈ സംഭവമാണ്. ട്രിപ്പിൾ കണ്ടെയ്നർ പാക്കിംഗ് ആണ് ചെയ്യുന്നത്. അണ്ടർ കോൾഡ് ചെയിൻ ടു ദ ടെസ്റ്റിംഗ് ലബോറട്ടറി വിത്ത് എ പ്രയർ ഇന്റിമേഷൻ. സാമ്പിൾ കണ്ടെയ്നിങ് വയൽസ് tightly closed should be kept in a good quality zip-lock bags wrapped with sufficient absorbent cotton padding so that inside material should not come out of bag if it leaks. അത്രയ്ക്ക് ക്വാളിറ്റി വേണം. The plastic bag should be kept in another zip-lock bag similarly, which should be sealed with adhesive tape. And this carrier should be placed in a hard container sealed with the impermeable tape or plaster and placed in thermocol box or vaccine carrier containing ice packs. ഇത് പ്രോപ്പർലി നമ്മൾ ഫോളോ ചെയ്യണം. The case sheet with the complete information should be placed in plastic bag and should be pasted outside the container. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദെൻ ഇങ്ങനെയാണ് നമ്മൾ സാമ്പിൾസിനെ എല്ലാം നമ്മൾ അയക്കേണ്ടത്. ഓക്കെ. Adhere to strict infection control practices, supervision and coordination by the hospital infection control committee involved. Nipah virus is classified as biosafety level 4. The laboratory should be informed if a clinical suspicion is made. All other investigation done for the patient in same laboratory facilities are. Test for other treatable conditions like bacterial infections, malaria, herpes encephalitis as per the clinical presentation. Screen for dengue, Japanese encephalitis, West Nile fever. Point of care testing എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഇൻ GMC, അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളം ഡ്യൂറിംഗ് 2019 outbreaks, a POC micro PCR assay for NIV detection. അതായത് പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ് ആണ്. ഡിറ്റക്ഷൻ ആൻഡ് ELISA ടെസ്റ്റിംഗ് ഫെസിലിറ്റി കുഡ് ബി സ്റ്റാർട്ട് വിത്ത് ടെക്നിക്കൽ സപ്പോർട്ട് ഫ്രം NIV Pune. അതായത് ഇത്രയേ ഉള്ളൂ ഇത് പറഞ്ഞു വരുന്നത്. നമ്മൾ എറണാകുളത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് തന്നെ NIV പൂനെയുടെ സപ്പോർട്ടോടെയാണ്. ഇപ്പൊ നമുക്ക് ഫോർച്ചുനേറ്റ്ലി അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ലബോറട്ടറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ആ ഫെസിലിറ്റീസ് ആയിരിക്കും ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. പിന്നെ കെയർ ഷുഡ് ബി ഇൻഡിവിജ്വലൈസ് അക്കോർഡിംഗ് ടു ദ ക്ലിനിക്കൽ പ്രസന്റേഷൻ ആൻഡ് മാനേജ്മെന്റ് ഡിസിഷൻ. അതായത് മെയിൻലി നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് പോവുകയാണ്. എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം സപ്പോർട്ടീവ് കെയർ ആണ്. കാരണം നമുക്കറിയാം ഇറ്റ്സ് എ വൈറൽ ഡിസീസ്. വൈറൽ ഡിസീസിന് സ്പെസിഫിക് മെഡിക്കേഷൻസ് ഉള്ളത് വളരെ മിനിമം കണ്ടീഷൻസിന് മാത്രമേ ഉള്ളൂ. ഉദാഹരണം ചിക്കൻ പോക്സിന് നല്ല സ്പെസിഫിക് മെഡിക്കേഷൻ ഉണ്ട്. മിക്കവാറും ഒട്ടുമിക്കാൽ
വൈറൽ ഡിസീസസിനും സപ്പോർട്ടീവ് കെയർ കൊടുത്ത് സ്വന്തം ബോഡി തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി അസുഖം മാറണം. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അപ്പൊ സപ്പോർട്ടീവ് കെയർ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും പ്രധാനം ഐസൊലേഷൻ ഓഫ് പേഷ്യന്റ് ഇൻ ദി ഐസൊലേഷൻ ഫെസിലിറ്റി. യൂസ് PPE കിറ്റുകളെല്ലാം ഉപയോഗിക്കണം. ഹാൻഡ് വാഷിംഗ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാൻഡ്ലിംഗ് വിസിറ്റിംഗ് പേഷ്യന്റ്, കെയർ ഓഫ് അൺകോൺഷ്യസ് പേഷ്യന്റ്, ചേഞ്ച് ഓഫ് പോസ്റ്റർ, കെയർ ഓഫ് ഐസ്, ബ്ലാഡർ, ബവൽ ആൻഡ് മൗത്ത്, ഓക്സിജൻ ഇൻഹലേഷൻ ഇഫ് ദർ ഈസ് എ റെസ്പിറേറ്ററി ഡിഫിക്കൽറ്റി. ആദ്യമേ കയറി വെന്റിലേറ്ററിലൊന്നും പോകേണ്ട കാര്യമില്ല. ഓക്സിജന്റെ ഡിമാൻഡ് ആവശ്യമുണ്ടോ, SpO2 കുറയുന്നുണ്ടോ, ഓക്സിജൻ സപ്ലിമെന്റ് ചെയ്യുക. ന്യൂട്രീഷണൽ സപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓറൽ NG2 ഫീഡിംഗ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ്. അഡൽട്ടിനാണെങ്കിൽ 5% ഡെക്സ്ട്രോസ് ആണ് നമ്മൾ ഡെക്സ്ട്രോസലൈനാണ് കൊടുക്കുന്നത്. ചിൽഡ്രനും അത് തന്നെയാണ്. ഹാഫ് ഓർ ക്വാർട്ടർ സ്ട്രെങ്ത് സലൈനാണ് നമ്മൾ ചിൽഡ്രനിൽ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ 30% റെസ്ട്രിക്ഷൻ പർട്ടിക്കുലർലി ഇൻ ചിൽഡ്രൻ ആണ് ചെയ്യുന്നത്. 2/3 ഓഫ് ദ ഡെയിലി മെയിൻ്റെനൻസ് ക്യാൻ ബി ഗിവൺ ഇൻ ചിൽഡ്രൻ ഇഫ് ദ ചൈൽഡ് ഈസ് നോട്ട് ഇൻ ഷോക്ക്. ഷോക്ക് ആണെങ്കിൽ പിക്ചർ ഡിഫറെന്റ് ആണ്. നമ്മൾ ഡെഫിസിറ്റ് തെറാപ്പി ആയിട്ട് നമ്മൾ 20 ml per kilogram ബോഡി വെയിറ്റ് കൊടുക്കും. ഇത് ക്യാൻ ബി ഇൻക്രീസ് ടു 60 ml, ഈവൻ അപ് ടു 200 ml per kilogram ബോഡി വെയിറ്റ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഷോക്ക് ഇല്ലെങ്കിൽ നമ്മൾ കഴിയുന്നതും വളരെ ഒരു ഇച്ചിരി ആലോചിച്ച് പതുക്കെ ഫ്ലൂയിഡ് കൊടുത്തു പോകുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കാരണം കുഞ്ഞിനെ പൾമണറി എഡീമ വരരുത്, അതും കൂടെ പ്രധാനമാണ്. കാരണം നമ്മൾ ഫ്ലൂയിഡ് എക്സസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൾമണറി എഡീമയിലോട്ട് പോകും. അതിന്റെ ആവശ്യമില്ല. ഓറൽ ഇൻടേക്ക് ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. പക്ഷെ മിക്കവാറും ഈ വൈറൽ ഡിസീസ് ഒക്കെ വരുമ്പോൾ പിള്ളേരൊന്നും കുടിക്കത്തില്ല. അതാണ് പ്രശ്നം. ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഡെങ്കിയിലാണ്. ഡെങ്കിയിലെ ഒൺലി ട്രീറ്റ്മെന്റ്, ഒൺലി മെഡിസിൻ ഈസ് വാട്ടർ ആണ്. പക്ഷെ ആരും ഉപയോഗിക്കത്തില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ IV ഫ്ലൂയിഡിലൊക്കെ പോയിട്ട് വരുന്നത്. പക്ഷേ ഈവൻ ഫോർ ഡെങ്കി ആസ് ഫാർ ആസ് പോസിബിൾ അവോയ്ഡ് IV ഫ്ലൂയിഡ്. മെയിൻറ്റെയിൻ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മെഷർ ചെയ്ത് തന്നെ ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യണം. കാരണം വീട്ടിൽ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യമാണ് ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് ഇടുക എന്നുള്ളത്. ബ്രോങ്കോ ഡയലേറ്റേഴ്സ് വെൻ നീഡഡ് മേ ബി ഗിവൺ ത്രോ സ്പേസസ്. കണ്ടോ, ഇവിടെ നെബുലൈസേഷന് നമ്മൾ അത്ര ഇൻട്രസ്റ്റ് ഇവിടെയും കാണിക്കുന്നില്ല. കോവിഡിലാണ് നമ്മൾ കൂടുതലായിട്ട് നെബുലൈസേഷൻ ഭയങ്കര അത്യാവശ്യമാണെങ്കിൽ മാത്രം കൊടുക്കുക. പക്ഷേ MDI മീറ്റർ ഡോസ് ഇൻഹേലേഴ്സ് വിത്ത് സ്പേസർ ഭയങ്കര സേഫ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു നമ്മുടെ ഔട്ട് ഓഫ് ദ ടോപ്പിക് ആണെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. കാരണം ഇത് ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് പോലും ഇപ്പോഴും എല്ലാവരും വലിയ കൺവിൻസ്ഡ് അല്ല ഈ സ്പ്രേ തെറാപ്പി ഫോർ വീസിങ് ആൻഡ് ആസ്മ ആൻഡ് ഈവൻ കഫ്. കമ്പാരിസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹയർ ഡോസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് നെബുലൈസേഷൻ ആണ്. ഹയർ ഡോസ് വിത്ത് മിനിമം എഫക്റ്റ് വിത്ത് നോർമൽ സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണ് സിറപ്പ്. ഇൻഹേലറിലോട്ട് പോകുമ്പം വെരി 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 ലോ ഡോസ് ആണ്. ഹൈലി എഫക്റ്റീവ് ആണ്. ഹൈലി എഫക്റ്റീവ് ആയതുകൊണ്ടാണ് വെരി ലോ ഡോസിൽ പോകുന്നത്. അപ്പൊ അത്ര മിനിമം ക്വാണ്ടിറ്റി വരുന്നു, അത്രയും സൈഡ് എഫക്ട് കുറയുന്നതാണ് ഇൻഹേലർ തെറാപ്പി. അതുകൊണ്ട് സേഫ് ആയിട്ട് ഈവൻ ഫോർ കഫ് യു ക്യാൻ ഗീവ് ഇൻഹേലർ തെറാപ്പി. നെബുലൈസേഷന്റെ സൈഡ് എഫക്ട് പ്രിവെന്റ് ചെയ്യാനാണ് ഓക്സിജൻ സപ്ലിമെന്റ് ചെയ്യുന്നത്. ഫോർച്ചുനേറ്റ്ലി ഇൻഹേലർ തെറാപ്പിക്ക് അതും ആവശ്യമില്ല. ഫ്രീ ഓക്സിജൻ നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ട്. ദാറ്റ് ഈസ് 21% ഓക്സിജൻ. ദാറ്റ് ഈസ് ഇനഫ് ഫോർ എന്തിന് ഇൻഹേലർ തെറാപ്പി. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏതൊരു കണ്ടീഷനിലും പ്രിഫറബിളി ഇൻഹേലർ തെറാപ്പിയാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്. റിസസിറ്റേഷൻ ചെയ്യേണ്ട കാര്യത്തിലാണെങ്കിൽ ABC എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് നമ്മൾ പീഡിയാട്രിക്കിന്റെ കൺസെപ്റ്റ് വെച്ചല്ല ഇത് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ഇത് അഡൾട്ടിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ഇന്ന് ഞാൻ ഒരു നമ്മുടെ ജേർണൽസ് ഒക്കെ നോക്കിയിട്ടും സൈറ്റ് നോക്കിയിട്ടും കുറച്ച് ആഡഡ് പോയിന്റ്സുകൾ മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ. ദീസ് ആർ ഓൾ മെയിൻലി ഫോർ അഡൾട്ട്സ് ആണ്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകാം. റിബാബറിൻ ഈസ് ദ വൺ ഡ്രഗ്, എ ന്യൂക്ലിയോസൈഡ് അനലോഗ് 200 milligram capsules. Dosage a day 1 to 10 capsules ആണ് 2 gram. Stat then 5 capsules. 6 hourly for first 4 days followed by 3-2-3-2 capsules for 5th to 10th day. Total 150 capsules ആണ് നമ്മൾ കൊടുക്കുന്നത്. Anyway, it is not recommended for children. Side effects mainly on long term treatment ആണ്. Hypersensitivity പ്രശ്നമുണ്ട്. ഹീമോളിറ്റിക് അനീമിയ വരാം. സിഗ്നിഫിക്കന്റ് ടെററ്റോജനിക് ആൻഡ് ഓർ എംബ്രിയോണൽ എഫക്ട് ഇൻ അനിമൽ സ്റ്റഡീസ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്രിഫറബിളി പ്രഗ്നൻസി കൊടുക്കാറില്ല. അപ്പൊ പക്ഷെ ഇതൊരു അത്യാവശ്യം ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ നമ്മളൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ കൊടുക്കുക. ലൈഫ് ആൻഡ് ഡെത്ത്, ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് FDA റെക്കമെൻഡഡ് ഡ്രഗ്. അതുകൂടെ മനസ്സിലാക്കണം.
ദെൻ മോണോക്ലോണൽ ആന്റിബോഡീസ്. ഇതിന്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്കഗ്നൈസ് ദ ജി എൻവലപ്പ് പ്രോട്ടീൻ. ഞാൻ ആദ്യം പറഞ്ഞു എഫ് എം ജി എന്നുള്ള പ്രോട്ടീൻസ് ഇതിലുണ്ട്. ഏതില് അതിന് വരും, നമ്മുടെ വാക്സിനേഷൻ പ്രിപ്പറേഷനിലും വരും. ആ പ്രോട്ടീൻസിനെയാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. റെക്കഗ്നൈസ് ജി എൻവലപ്പ് പ്രോട്ടീൻ ഓഫ് നിപ്പ വൈറസ് ആൻഡ് അപ്പിയേഴ്സ് ടു ബ്ലോക്ക് ദി റിസപ്റ്റർ ബൈൻഡിങ് സൈറ്റ്. അപ്പൊ റിസപ്റ്റർ ബൈൻഡിങ് സൈറ്റിനെയാണ് ഈ മോണോക്ലോണൽ ആന്റിബോഡീസ് ആക്ട് ചെയ്യുന്നത് ഓൺ ദി പ്രോട്ടീൻ പ്രിവെന്റിങ് അഡ്ഹഷൻ ടു ദി എഫ്രിൻ B2. ഈ എഫ്രിൻ B2 എന്ന് പറയുന്ന പ്രോട്ടീൻ ബേർഡിലില്ല. നമ്മളെ വവ്വാലെന്ന് പറയുന്നതും അനിമലാണ്. അപ്പം പന്നിയും അനിമലാണ്. അങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പം ബേർഡ്സിൽ ഇതുവരെ നമ്മൾ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. ബിക്കോസ് ഓഫ് ദിസ് എഫ്രിൻ B2 പ്രോട്ടീൻ, ദാറ്റ് ഇസ് എ റിസപ്റ്റർ പ്രോട്ടീൻ, ആൻഡ് thereby inhibiting viral entry into the host cells. The standard operating procedures എന്ന് പറയുന്നത് protocols were prepared with support from ICMR ആണ്. It is an investigational drug and requires an emergency research response and resources for using such an investigational drug. It to be used with the appropriate knowledge and training of the research team as in any other clinical trials with the ethics committee approval, consenting process following a protocol and standard operating procedure. Practically നമ്മളൊന്നും ഇത് യൂസ് ചെയ്യാൻ പോകുന്നില്ല. But in situation where if it is necessary, you can use it after constituting a board. Medical boardന് ശേഷമാണ് കൊടുക്കുന്നത്. വൈറസ് ഇറ്റ്സ് റെംഡെസിവിർ ആണ് അടുത്ത ഡ്രഗ്. ഇറ്റ്സ് എഫക്റ്റീവ് ഇൻ കൊറോണ വൈറസ്, പാരാമെക്സോ വൈറസ്. അപ്പൊ ഈ പാരാമെക്സോ വൈറസിന് എഫിക്കസി വെച്ചിട്ടാണ് നമ്മൾ ഏതിൽ ചിന്തിക്കുന്നത്, നിപ്പയിലും കൂടെ ചിന്തിക്കുന്നത്. ഇറ്റ്സ് എഫക്റ്റീവ് ഇൻ നോൺ ഹ്യൂമൻ പ്രൈമേറ്റ്സ് ഓഫ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്, ഇൻ വിട്രോ റെഡ്യൂസ്ഡ് റെപ്ലിക്കേഷൻ ഓഫ് നിപ്പ വൈറസ് ഇൻ പ്രൈമറി ഹ്യൂമൻ ലങ് മൈക്രോവാസ്കുലർ എൻഡോത്തീലിയൽ സെൽസ്. ഇതിന്റെ ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിംഗ് ഡോസ് 200 mg IV ഫോളോഡ് ബൈ 100 mg IV once a day may be used for up to 12 days. അഡ്വേഴ്സ് ഇഫക്ട്സ് എന്ന് പറയുന്നത് AKE ആണ്, അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഹെപ്പറ്റോക്സിറ്റി ഓൾസോ. ഏർലി അഡ്മിനിസ്ട്രേഷൻ സീംസ് ക്രിട്ടിക്കൽ ഫോർ എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. റെംഡെസിവിർ ട്രീറ്റ്മെന്റ് കുഡ് ബി കമ്പൈൻഡ് വിത്ത് അതർ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ സച്ച് ആസ് ദാറ്റ് മോണോക്ലോണൽ ആന്റിബോഡി വെച്ച് നമുക്ക് ചെയ്യാം, വിച്ച് ഹാസ് ഷോൺ എഫിക്കസി ഇൻ വേരിയസ് സ്റ്റഡീസ്, സക്സസ്ഫുള്ളി ടെസ്റ്റഡ് ഇൻ phase 1 ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽ. അപ്പം നമ്മൾ വെയിറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോവിഡിന് പോലും പല ഡ്രഗുകളും നമുക്ക് ഇതുവരെ ഒരു കംപ്ലീറ്റ് ട്രയൽ കഴിഞ്ഞ് ഇതുവരെ ആയിട്ടില്ല. നമ്മളെല്ലാം ഒരു ഡ്രഗിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, വാക്സിനേഷനെ പറ്റി. നമ്മൾ കൊടുത്ത് ഉപയോഗിച്ച വാക്സിനേഷൻ എല്ലാം ഈ അണ്ടർ ട്രയൽ തന്നെയാണ്. കാരണം മിനിമം ഒരു 5 years എങ്കിലും വേണം ഒരു വാക്സിന്റെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ലെവൽ വരാം. നമ്മുടെ വാക്സിനേഷനിലാണ് നമ്മൾ ഉപയോഗിച്ചല്ലേ ഫോർ എമർജൻസി യൂസ് എന്ന് WHO പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കെല്ലാം ഇത് പുതിയതാകുമ്പോൾ നമ്മൾ പല പരീക്ഷണം നടത്തും, ഫെയിലുവർ വരും. ഇതെല്ലാം ഇതിന്റെ കൂടപ്പുറപ്പാണ്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഫോർ ദ ലോങ് റൺ. ഓക്കെ, ഇവിടെ ഇത് പീഡിയാട്രിക് ഡോസ്. ഇത് നമ്മൾ നെറ്റ് സെർച്ച് ചെയ്ത് കിട്ടിയ ആണ്. ഇവിടെ പീഡിയാട്രിക് ഡോസിങ് ആയിട്ട് കോവിഡിന്റെ സെനാരിയിലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ നിപ്പയുടെ സെനാരിയില്ല. നിപ്പയുടെ സെനാരിയിൽ ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് കിട്ടിയ സാധനം ഇവിടെ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. മോർ ദാൻ 3.5 kilogram ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ആൻഡ് ദേ ആർ ലെസ് ദാൻ 40 kilogram വെയിറ്റ് ആണെങ്കിൽ 5 mg/kg പെർ ഡോസ് വൺസ്, മാക്സിമം 200 mg പെർ ഡോസ് ആണ് കൊടുക്കുന്നത്, മറ്റേതുപോലെ അഡൽട്ട് പോലെ. ഫോളോഡ് ബൈ 2.5 mg/kg പെർ ഡോസ്, അഗൈൻ മാക്സിമം 100 mg പെർ ഡോസ് ആണ് IV to 24 hours ഫോർ എ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് up to 10 days ആണ്. ഇതാണ് ഇതിന്റെ റെക്കമെൻഡേഷൻ. 40 കിലോയുടെ മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 200 mg once followed by 100 mg IV 24 hourly for a total duration of up to 10 days. ഇനി അഡ്മിനിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്യൂസ് ഈച്ച് ഡോസ് ഓവർ 30 to 120 minutes in a total volume of up to 250 ml of sodium chloride. അതായത് നോർമൽ സലൈനിൽ ഇത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഫ്ലഷ് ലൈൻ വിത്ത് അറ്റ്ലീസ്റ്റ് 30 ml of sodium chloride 0.9% ആഫ്റ്റർ റെംഡെസിവിർ ഇൻഫ്യൂഷൻ. നമ്മൾ കൊടുക്കുന്നതും നോർമൽ സലൈനാണ്, പക്ഷെ നോർമൽ സലൈൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ പ്യുവർ നോർമൽ സലൈൻ വെച്ച് ഫ്ലഷ് ചെയ്യുകയും വേണം. ഡു നോട്ട് അഡ്മിനിസ്ട്രേറ്റ് സൈമിൾട്ടേനിയസ് വിത്ത് any other medication or intravenous solutions. Required labs, baseline and daily hepatic function ചെയ്തിരിക്കണം. Remdesivir should not be initiated in patient with പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ acute should not be used in patients with liver enzymes higher ആണെങ്കിൽ, more than 10 times than the normal ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് പാടില്ല. ഇനിയുള്ളത് ഫാവിപിറാവിർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിക് ഡോസേജിൽ കണ്ടിട്ടില്ല, നമുക്ക് ഉള്ള സൈറ്റിൽ നിന്നുള്ളതാണ്. The viral RNA dependent RNA polymerase
ആണ് ഇൻഹിബിറ്റർ ഫാവിപിറാവിർ ആണ്. ഇറ്റ്സ് ആൻ ആന്റിവൈറൽ ഫോർ യൂസ് അഗെയിൻസ്റ്റ് ഇൻഫ്ലുവൻസ. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ എക്സ്പെരിമെന്റ്. അതുകൊണ്ട് ഇതിന്റെ ലോഡിംഗ് ഡോസ് എന്ന് പറയുന്നത് 1000 milligram ട്വൈസ് ഡെയിലി ഫോർ 1 day ഫോളോഡ് ബൈ 8000 milligram ആണ് കൊടുക്കുന്നത്. BD ഫോർ നെക്സ്റ്റ് 13 days ക്യാൻ ബി യൂസ്ഡ് ആൻഡ് ഇറ്റ് ക്യാൻ അഫക്ട് ഹെപ്പാറ്റിക് റീനൽ ഫംഗ്ഷൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റീനൽ ഫംഗ്ഷനും ക്രിയാറ്റിൻ ക്ലിയറൻസും ലിവർ ഫംഗ്ഷൻ ഇതെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ദെൻ പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ്, അതിൽ റെംഡെസിവിർ റെക്കമെൻഡഡ് ഉണ്ട്. ദാറ്റ് ഈസ് 200 milligram ലോഡിംഗ് ഡോസ് ആൻഡ് 100 milligram IV OD ഫോർ 12 days ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഫാവിപിറാവിറും ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് 1800 milligram BD ഫോർ 1 day ഫോളോഡ് ബൈ 800 milligram BD ഫോർ നെക്സ്റ്റ് 13 days. Then immunomodulators are also can be used like TH1 and TH2 modulators. And ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിലും എബോള, നിപ്പ, സാർസ് ഇതിലെല്ലാം MERS, അതായത് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോംസിലൊക്കെയാണ് ഇത് ഉപയോഗിച്ചത്. ദീസ് ആർ ഓൾ ഇൻ എക്സ്പെരിമെന്റ് ലെവൽ. അല്ല, നമുക്കൊന്നും ഒരു കൺഫർമേറ്ററി ലെവലായിട്ട് ഇതുവരെ വന്നിട്ടില്ല. സെയിം തന്നെയാണ് ഇനി ഓരോ കണ്ടീഷൻസ് നോക്കുക. സപ്പോസ് ഒരു എൻകഫലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കെയർ കൊടുക്കും? മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് മാനേജ്മെന്റ് ഓഫ് ഫീവർ, പെയിൻ, കൺട്രോൾ ഓഫ് കഫ്, പ്രിവെൻഷൻ ഓഫ് സീഷേഴ്സ് ബൈ കൺട്രോൾ ഓഫ് സിസ്റ്റമിക് പ്രിവെൻഷൻ ഓഫ് സീഷേഴ്സ് നാച്ചുറലി യൂസിങ്. നമുക്ക് സീഷർ കൺട്രോളിന് ലോറസ്പാം ഉപയോഗിക്കാം, ഫിനറ്റോയിൻ ഉപയോഗിക്കാം, ഫോസ്ഫിനോപ്റ്റോയിൻ ഉപയോഗിക്കാം, ലെവിറ്റിറാസെറ്റം ഉപയോഗിക്കാം. നാച്ചുറലി ഇതിൽ എഴുതിയിട്ടില്ലെങ്കിൽ പോലും മെഡസോളം വരെ നമുക്ക് ഉപയോഗിക്കാം. ദെൻ കൺട്രോൾ ഓഫ് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ ചെയ്യാം. അതിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫ്യൂറോസിമൈഡ്. ദാറ്റ് ഈസ് നമ്മുടെ ലാസിക്സ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് 0.5 to 1 milligram per kilogram IV, and mannitol can be used, and repeat dosing also can be done. ഇനി റൈസ്ഡ് ഇൻട്രാക്രൈനൽ പ്രഷർ ഉണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും സസ്പെക്ട് ചെയ്യണം. അതിനെ നമ്മൾ കീപ് ഹെഡ് ഇൻ മിഡ് പൊസിഷൻ ആൻഡ് ഹെഡ് ആൻഡ് എലിവേഷൻ 15 to 30 degree to facilitate venous drainage. 3% saline 5 ml per kilogram ആണ് നമ്മൾ കൊടുക്കുന്നത്. എസ്പെഷ്യലി BP is low, or mannitol 2.5 to 5 ml per kilogram. If GCS ഗ്ലാസ്കോ കോമോ സ്കെയിൽ നോർമൽ എന്ന് പറയുന്നത് 15 ആണ്. അതിൽ താഴത്തോറും നമ്മുടെ ടെൻഷൻ ആണ്. ലെസ് ദാൻ 8 ആണ് കൂടുതൽ ഡേഞ്ചറസിലോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ മാൻറ്റോൾ കൊടുക്കുന്നത്. ഇൻറ്റുബേറ്റ് വിത്ത് റാപ്പിഡ് സീക്വൻസ് ഇൻറ്റുബേഷൻ ആൻഡ് ഫോർ റൈസ്ഡ് ICP പ്രോട്ടോകോൾ. മെയിൻറ്റെയിൻ യൂതെർമിയ, ഗ്ലൈസീമിയ, ഗ്ലൂക്കോസിന്റെ അളവ് നോക്കണം, BP നോക്കണം. മെയിൻറ്റെയിൻ നോക്കേണ്ടതാണ് ടെമ്പറേച്ചർ, BP ആൻഡ് ബ്ലഡ് ഷുഗർ നോക്കി നമ്മൾ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യണം. അതുപോലെ SpO2 മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ ഹൈപ്പോക്സിയ പ്രിഫറബിളി ചെയ്യേണ്ട ABG ആണ് ചെയ്യേണ്ടത്. കാരണം ഹൈപ്പോക്സിയും ഹൈപ്പർ കാർബിയും ഒക്കെ ഏറ്റവും നന്നായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. അത് ഹയർ സെന്റേഴ്സിലേ പറ്റും. നമ്മളപ്പോഴുള്ള ഒരു PHCയിലോ CHCയിലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോ പോലും അത്ര വരുന്നതേ ഉള്ളൂ, അല്ലാതെ ഫുൾ ആയിട്ടില്ല. പക്ഷെ മെഡിക്കൽ കോളേജ് സെനാരിയയിലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ സൗകര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അഡിക്വേറ്റ് സെഡേഷൻ ആൻഡ് അനാൽജീസിയ ടു ബി ഗിവൺ. Care of myocarditis, again supportive therapy for symptoms of acute heart failure, and AC inhibitors കൊടുക്കാം. inotropics ആയിട്ട് dobutamine 2 to 5 micrograms per kilogram per minute. Like any other condition we are treating, we have to treat this for this condition also. Whenever there is a BP fall, we can give dopamine അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് എക്സ്ട്രാ ഒരു കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. Dopamine again 3 to 5 micrograms. Inotropin and vasoconstriction increases left ventricular and diastolic pressure and causes tachyarrhythmias, can be combined with dobutamine. പിന്നെ നോർഎപ്പിനെഫ്രിനും ഇതിന്റെ റെക്കമെൻഡഡ് ഡ്രഗ് ആയിട്ട് പറയുന്നുണ്ട്. 2 to 50 micrograms per minute ആയിട്ട് കൊടുക്കാം. കെയർ ഓഫ് ARDS, മൈൽഡ് ARDS ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നോൺ ഇൻവേസീവ് വെന്റിലേഷൻ ആണ്. നോൺ ഇൻവേസീവ് വെന്റിലേഷൻ ആണ് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. കാരണം വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇൻവേസീവ് പ്രൊസീജിയർ പോലെ ആയി കഴിഞ്ഞു. ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ വി വിൽ അവോയ്ഡ് ദി വെന്റിലേഷൻ. Then avoid diminished level of consciousness, vomiting, upper GI bleed, other conditions that increase aspiration risk, hemodynamically unstable, agitated, patients inhibitory to obtain good mass breathing. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രോപ്പർ ഇൻറ്റുബേഷൻ ആൻഡ് വെന്റിലേഷനിലോട്ട് പോകേണ്ടി വരും. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. Then another thing is സിവിയർ ARDS വന്നു കഴിഞ്ഞാൽ, കാരണം കംപ്ലീറ്റ് ഈ സൈറ്റോകൈൻ സ്റ്റോംസ് ഒക്കെ കൊണ്ടാണ് സിവിയർ ARDS വരുന്നത്. Then associated with refractory hypoxemia, then we have to give the mechanical ventilation. Specific settings are recommended. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈവൻ കോവിഡ് സെനാരിയിലൊക്കെ നമ്മൾ വെന്റിലേഷനിലൊക്കെ ഇട്ടപ്പോഴൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വേണം കാര്യങ്ങൾ കാണാനായിട്ട്. നമുക്ക് നിവൃത്തിയില്ല, വെന്റിലേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഗുണം കിട്ടുമെങ്കിൽ മാത്രമേ വെന്റിലേഷൻ ഇടാവൂ.
ഇനി വെന്റിലേഷനിൽ ഇട്ടാലും എത്ര ആസ് ഏർലി ആസ് പോസിബിൾ വി ഷുഡ് ടേക്ക് ഇറ്റ് ഔട്ട് ദ പേഷ്യന്റ് ഫ്രം ദ വെന്റിലേറ്റർ. കാരണം ഒരിക്കലും ഇറ്റ് ഇസ് എൻ ഇൻവേസീവ് പ്രൊസീജിയർ. നമുക്ക് ഒരിക്കലും ഒരു വെന്റിലേഷനെ ഒരു പരിഹാരമായിട്ട് കാണരുത്. പണ്ട് കാലങ്ങളിലൊക്കെ ഞാനൊക്കെ പഠിച്ചിരുന്ന MBBS പഠിച്ചിരുന്ന കാലങ്ങളിലൊക്കെ വെന്റിലേഷനിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, തീർന്നു. പക്ഷെ ഇന്ന് അതല്ല. അവർ സിനാരിയോ ബിക്കോസ് ഓഫ് ദ ബ്യൂട്ടി ഓഫ് ദ മോഡേൺ മെഡിസിൻ ദ സിനാരിയോ ഇസ് ചേഞ്ച്. നമുക്കിപ്പം വെന്റിലേറ്റർ ഇടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എനി അതർ ഗിവിംഗ് മെഡിസിൻ. അപ്പൊ ആ ലെവലിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും വെന്റിലേറ്ററിൽ ഇട്ട പേഷ്യൻസിനെയും ബേബീസിനെയും നമുക്ക് തിരിച്ച് കിട്ടും. ലിമിറ്റേഷൻ ഓഫ് ടൈഡൽ വോളിയം 6 ml per kilogram predicted body weight ചെയ്യണം. അഡിക്വേറ്റ് ഹൈ പീപ്പ് ആയിരിക്കണം. പീക്ക് എന്ന് പറയാൻ പീക്ക് ആൻഡ് എക്സ്പയറേറ്ററി പ്രഷർ. ഇതൊക്കെ വെന്റിലേറ്റർ സെറ്റിംഗ്സ് ആണ്. ബാലൻസ് റെസ്പിറേറ്ററി 20 to 30 minutes ഫോർ അപ്രോപ്രിയേറ്റ് ബേസ് ലൈൻ മിനിറ്റ് വോളിയം ചെയ്യണം. മിനിറ്റ് വെന്റിലേഷൻ ചെയ്യണം. കൺസിഡർ ദ യൂസ് ഓഫ് ഇൻക്രിമെന്റൽ FiO2 ഓർ പീപ്പ് കോമ്പിനേഷൻസ്. ഓക്സിജൻ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ PO2 എന്ന് പറയുന്നത് 55 to 88 millimeters of mercury ആയിരിക്കണം. SpO2 88 to 95% എങ്കിലും എത്തിയിരിക്കണം. കാരണം 88 to 95% നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് എബോ 92 എന്നുള്ളത് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാമെന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൈക്കോ സോഷ്യൽ സപ്പോർട്ട്. ദാറ്റ് ഈസ് ബെനിഫിഷ്യറീസ് പേഷ്യൻസ് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കണം. കോൺടാക്ട് കെപ്റ്റ് ഇൻ ഐസൊലേഷൻ ഫെസിലിറ്റി ഫോർ ടെസ്റ്റിംഗ്. ഫാമിലി മെമ്പേഴ്സ്, കമ്മ്യൂണിറ്റി കോൺടാക്ട്സ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്ചാർജ് ആൻഡ് ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെസ്റ്റഡ് നെഗറ്റീവ് ആൻഡ് ടോട്ടലി സിംറ്റം ഫ്രീ ക്യാൻ ബി ഡിസ്ചാർജ് വിത്ത് observation at home for total 21 days. ഇനി tested negative and continue to have fever and other symptoms need a repeat testing after 2 days to exclude NIV infection. If there is a strong history of contact with the NIV infected patient or sample, the suspect should be subjected to repeat testing every 2 days till patient become symptom free. അപ്പൊ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി no need of repeat testing if tested negative on 2 occasions. 2 ഒക്കേഷൻസിന് നമ്മൾ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഡിസ്ചാർജ് ക്രൈറ്റീരിയ കൺഫേംഡ് കേസ് ആണ്. ക്ലിനിക്കലി സ്റ്റേബിൾ ആയിരിക്കണം. നിപ്പ ഇത് വളരെ ശ്രദ്ധിക്കണേ. RT-PCR ചെയ്തിട്ട് ത്രോട്ട് സ്വാബ്, യൂറിൻ ആൻഡ് ബ്ലഡ് ഇതെല്ലാം നെഗറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് ഓൺ 2 occasions അറ്റ്ലീസ്റ്റ് ഫോർ 5 days അപ്പാർട്ട് ചെയ്തിട്ട് മാത്രമേ ഡിസ്ചാർജ് ചെയ്യാവൂ. നമ്മൾ ആദ്യകാലങ്ങളിൽ കോവിഡിനൊക്കെ ഇത് ചെയ്തു. കാരണം നമ്മൾ നിപ്പയെ പോലെ കോവിഡിനെ കണ്ടതാണ് എന്റെ പ്രശ്നം. പക്ഷെ പിന്നെ മനസ്സിലായി അങ്ങനെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അവസാനം ഇപ്പം നമ്മൾ ഈ നമ്മുടെ ലീവ് പോലും അത് മാറ്റി കഴിക്കും. കാരണം അത് ആ രീതിയിൽ നമ്മൾ ലൈറ്റ് ആയിട്ട് ഇതിനെ കാണുന്നത് കൊണ്ടാണ്. ടു ബി ഡിസൈഡഡ് ബൈ ദ ട്രീറ്റിംഗ് ക്ലിനിഷ്യൻ ആൻഡ് കൺഫേംഡ് ബൈ മെഡിക്കൽ ബോർഡാണ്. ഫോളോ അപ്പ് ആണെങ്കിൽ ഡിസ്ചാർജ് പേഷ്യന്റ് should be remain in isolation at their residence for 4 weeks after discharge. Patient is advised to follow up on 20 or 28 days, 56 days, 90 days of discharge. നല്ലൊരു ഫോളോ അപ്പ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ വെറുതെ അല്ല നമ്മൾ ഈ കണ്ടെയ്ൻ ചെയ്ത് നിർത്തുന്നത്. നമ്മൾ നല്ല ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിനെല്ലാ കോൺട്രിബ്യൂഷനും നമ്മുടെ ഓരോ ആരോഗ്യ പ്രവർത്തകരും ചെയ്യുന്നതുകൊണ്ടാണ്. ഡെഫിനറ്റ്ലി വിത്ത് ഗവൺമെന്റ് സപ്പോർട്ട്. All patients with confirmed NIV infection should be kept under long-term follow-up. Reports of relapse and late onset ankylosing to be reported again. Then pre-exposure prophylaxis ആയിട്ട് നമ്മൾ ചെയ്യണം. Proper hand washing regularly with soap and water. Proper cleaning ഒക്കെ ചെയ്യണം. Raise awareness among population about high risk behavior and signs symptoms. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ റിപ്പോർട്ട് ചെയ്യണം. Monitor animals for features of outbreak and isolate the area if required. Avoid consumption of readily collected date sap. ബേസിക്കലി കള്ളൊക്കെ കുടിക്കുന്നതിനൊക്കെ ഒന്ന് കൺട്രോൾ വരുത്തേണ്ട സമയമായി. Thorough washing and peeling of fruits before consumption. Discard fruits with the signs of bad bite. നമ്മളെല്ലാവർക്കും ഒരു ഹാബിറ്റ് ഉണ്ട്. ഇച്ചിരി മരത്തിൽ നിൽക്കുന്ന ഫ്രൂട്ടിനെയാണ് നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ ഇച്ചിരി പക്ഷി കടിച്ചതായാലും നമ്മൾ അതിനെ ചെത്തി കഴിഞ്ഞിട്ട് കഴിക്കും. പക്ഷെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണമെന്നാണ് നമ്മുടെ റെക്കമെൻഡേഷൻ പറയുന്നത്. കാരണം അത് ചിലപ്പോൾ വവ്വാലായിരിക്കും കടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അത് നിപ്പ അഫക്റ്റഡ് വവ്വാലാണെങ്കിൽ നമുക്ക് പണി കിട്ടും. Use of mask, gloves and other protective equipments, especially in healthcare institutions. Suspected cases and their contact isolation and regular monitoring and evaluation. Implement standard infection control precautions in all healthcare institutions and their regular monitoring, continuous surveillance of the people and animals of the high risk. ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സേഫ്റ്റി ഉണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പം പറഞ്ഞു വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു കാര്യത്തിലോട്ട് പോകുന്നു. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു താല്പര്യമുള്ള ഒരു കാര്യമാണ് വാക്സിനേഷന്റെ കാര്യം. വാക്സിനേഷനാണ് അടുത്ത് ഞാൻ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് 4 ടൈപ്പ് വാക്സിനേഷനാണ് എക്സ്പെരിമെന്റൽ ലെവലിൽ വന്നിരിക്കുന്നത്. ഒരു വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോംബിനന്റ് മീസിൽസ് വൈറസ് വാക്സിനേഷൻ ആണ്.
അതായത് എക്സ്പ്രഷൻ ഓഫ് എൻവലപ്പ് ഗ്ലൈക്കോപ്രോട്ടീൻ ഇതിന്റെ എക്സ്പ്രഷൻ ഉപയോഗിച്ച് ചെയ്ത ഒരു വാക്സിനേഷൻ ഫൗണ്ട് ടു ബി അപ്രോപ്രിയേറ്റ് വാക്സിൻ കാൻഡിഡേറ്റ് ആയിട്ടാണ് പറയുന്നത്. രണ്ട്, അപ്പം ഒന്നെന്ന് പറയുന്നത് റീകോമിനന്റ് മീസിൽസ് വൈറസ് വാക്സിനെ നമുക്ക് വാക്സിനേറ്റ് ആയിട്ട് മാറ്റാം. നമുക്കറിയാം കോവിഡിൽ തന്നെ mRNA വാക്സിൻ ഉണ്ട്, പിന്നെ നമ്മൾ ഉപയോഗിച്ചതാണ് കോവിഷീൽഡ്, കോവാക്സിൻ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാക്സിൻസ് ഇതിലും ഇപ്പം അപ്ലൈ ചെയ്ത് തുടങ്ങി. 4 ടൈപ്പാണ് ആസ് ഓഫ് നൗ നമുക്ക് വന്നിരിക്കുന്നത്. രണ്ട്, റീകോമ്പിനന്റ് വെസിക്കുലർ ടൊമാറ്റൈറ്റിസ് വൈറസ് വാക്സിൻ. ഇത് എക്സ്പെരിമെന്റ് ഓൾറെഡി നടത്തി ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി വെരി എഫക്റ്റീവ്. ഒരു ഗ്രീൻ മങ്കീസിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ത്രൂ ആഫ്രിക്കൻ ഗ്രീൻ മങ്കീസിലാണ് ഫൗണ്ട് ടു ബി വെരി പ്രൊട്ടക്റ്റീവ്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നിപ്പ വൈറസ് ലൈക്ക് പാർട്ടിക്കിൾസ് കമ്പോസ്ഡ് ഓഫ് 3 NIVG പ്രോട്ടീൻസ്. അതായത് ഈ നേരത്തെ പറഞ്ഞില്ലേ GMF പ്രോട്ടീൻസ് വിച്ച് ഈസ് അവൈലബിൾ ഇൻസൈഡ് ദി വൈറസ്. ഇൻ വൈറസ് ഇറ്റ്സെൽഫ് ദീസ് പ്രോട്ടീൻസ് ആർ അവൈലബിൾ. അപ്പൊ ഈ പ്രോട്ടീൻസിനെ എടുത്തിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മേലിയൻ സെൽസ് ഹാവ് ബീൻ പ്രൊഡ്യൂസ്ഡ് ആൻഡ് വാലിഡേറ്റഡ് ആസ് വാക്സിൻ. ഇത് പരീക്ഷണം നടത്തിയിരിക്കുന്നത് മൈസിലാണ്, ബ്രോങ്കിയോ ആൽവേലാർ ലാവേജിന്റെ എടുത്തിട്ടുള്ള മൈസിൽസിലാണ്, അതായത് എലികളിലാണ് ഈ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. ആൻഡ് എഗെയിൻ ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി എഫക്റ്റീവ്. ലാസ്റ്റ് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് പാർട്ടിക്കിൾസ്, പെപ്റ്റൈഡ് ബേസ്ഡ് NIV വാക്സിനേഷൻ ആണ് ഈ സാധനം. അതായത് ഇവിടെ ഇതായിട്ട് പറയുന്നത് ദാറ്റ് ഈസ് ഫോർത്ത് പ്രഡിക്ഷൻ ആൻഡ് മോഡലിംഗ് വിത്ത് T cell epitopes. Again, this also is found to be effective. എനിക്ക് തോന്നുന്നു ഫൈനലി നമ്മൾ we may come to the level of this one, that is peptide based NIV vaccine ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷവശങ്ങളൊന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കിൽഡ് വാക്സിൻ ഒക്കെ വരണം ഇനി ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും ഇറ്റ് ഈസ് ഇൻ ദ പൈപ്പ് ലൈൻ. ലോട്ട് ഓഫ് സ്റ്റഡീസ് ആർ ഹാപ്പനിങ്, ഫേസ് ഓൺ ട്രയൽസ് ആർ ഓൾസോ ഈസ് ഹാപ്പനിങ്. അല്ല, ഫേസ് ഓൺ ആയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ട്രയൽസ് ഓൾറെഡി നടക്കുന്നുണ്ട്. അത് നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ബട്ട് വൺ അഡ്വാൻറ്റേജ് വിത്ത് കേരള ഈസ് വി ഓൾറെഡി കണ്ടെയ്ൻ ഇൻ കാലിക്കറ്റ്. നമുക്കിപ്പം അതൊരു സ്പ്രെഡിന്റെ ചാൻസസ് എനിക്ക് തോന്നുന്നു ഇന്നലെയോ മെനഞ്ഞാന്നോ മുതൽ ഇപ്പം പുതിയ കേസസ് ഒന്നും ഡിറ്റക്ട് ചെയ്തില്ലെന്നാണ് അറിവ്. എന്തായാലും നിപ്പയെ പറ്റി സംസാരിക്കും we don't have any right to write without remembering our Lini who sacrificed her life for Nipah.